ഹലോ, നമ്മളിന്ന് ഇന്ത്യൻ സ്കൂൾ ഉമ്മുൽ ഖുവൈനിൽ ആണുള്ളത്. ഇവിടെ നിന്ന് എക്സിബിഷൻ നടക്കുകയാണ്, സയൻസ് എക്സിബിഷൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണാൻ വന്നതാണ്. നമുക്ക് എക്സിബിഷൻ എങ്ങനെയുണ്ട് എന്ന് കണ്ടുവരാം. These are another model of dinosaurs, but this is made of robot, and this is the RCU. This is the motor, and RCU gives power to the motor, and we can move the dinosaur by clicking this button. We can increase and decrease the speed by clicking this again and again. The RCU, and this is the motor. So this RCU gives power to this motor, and these wheels would start rolling. And if you want to stop it, just click this button. Then we need to on this. We will click this button, and this will come like this. We need to click this, and that will work the machine. And we need to click it to increase the speed. We need to stop this machine. This will open, and we that's here's a USB box. And music. ഉമ്മുൽ ഖുവൈൻ ന്യൂ ഇന്ത്യൻ സ്കൂളിലെ സയൻസ് എക്സിബിഷനിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. വളരെ മനോഹരമായി സ്റ്റുഡൻസ് നിർവഹിച്ച ആർട്ട് വർക്കുകൾ, അതുപോലെ അവരുടെ വിവിധ ക്രിയേഷൻസുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോന്നും ധാരാളം സമയമെടുത്ത് കാണേണ്ടതാണ്, പക്ഷേ അതിന് ധാരാളം സമയമില്ലാത്തത് കൊണ്ട് സ്പീഡിൽ കാണിച്ചു പോകുകയാണ്. ഓരോന്നും വിദ്യാർത്ഥികൾ, ഈ സ്കൂളിലെ സ്റ്റുഡൻസ് ധാരാളം സമയമെടുത്ത്, മണിക്കൂറുകളെടുത്ത്, പലതും ദിവസങ്ങളോളം ചെയ്ത ക്രിയേഷൻസുകളാണ്, വർക്കുകളാണ്. പലതും സയൻസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് അധികവും. പിന്നെ ഇസ്ലാമികമായ പല കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കഅബയുടെ വിവിധ രൂപങ്ങളാണ് കാണിക്കുന്നത്. വിവിധ ആയത്തുകളിലെ അർത്ഥങ്ങൾ അറിയിക്കുന്ന ക്രിയേഷൻസുകൾ, നിർമ്മിതികൾ നമുക്ക് ഇതിൽ കാണാം. അതുപോലെ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ, പില്ലേഴ്സ് ഓഫ് ഇസ്ലാം, ഈമാൻ കാര്യം, ഇസ്ലാം കാര്യമൊക്കെ ഓരോ ആർട്ട് വർക്കുകളായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ അള്ളാഹ്, മുഹമ്മദ് എന്ന നാമങ്ങൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ, വിവിധ ഇസ്ലാമിക അടയാളങ്ങൾ അവർ വലിയ ചിത്രങ്ങളിലും നിർമ്മിതികളിലുമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വലുതും ചെറുതുമായ അനവധി മുസ്ഹഫുകളാണ്. ഏറ്റവും പ്രധാനം ചെറിയ മുസ്ഹഫ് വരെ അതിലുണ്ട്. വിവിധ ഖുർആൻ പരിഭാഷകൾ, ട്രാൻസ്ലേഷൻസുകൾ നമുക്കവിടെ കാണാം.
മലയാളത്തിലുള്ളതും അവിടെ നമുക്ക് കാണാവുന്നതാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന പെന്ന് നമുക്കവിടെ കാണാം. അതുപോലെ റൗളയുടെയും കഅബയുടെയും ഒക്കെ വിവിധ ഫോട്ടോകൾ. സംസം വെള്ളം ആണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. വെള്ളം കുടിക്കേണ്ട സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് വെള്ളം കുടിക്കേണ്ട ഒരു ആർട്ട് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം അവർ സംസം വെള്ളം വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വെള്ളം കുടിക്കേണ്ട സുന്നത്തുകൾ കൃത്യമായി അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു കഅബയാണ് നിങ്ങൾ കാണുന്നത്. കഅബയുടെ ഒരു ഡെമോ. അതുപോലെ ധാരാളം ചാർട്ട് പേപ്പറുകളിൽ ധാരാളം വർക്കുകൾ അവർ ചെയ്തിട്ടുണ്ട്, അർത്ഥവത്തായ വർക്കുകൾ. അതൊന്നും കാണാൻ നമുക്കിതിൽ കാണിക്കാനോ സമയമില്ല. അതൊക്കെ ധാരാളം സമയമെടുത്ത് കാണേണ്ടതാണ്. ഇതൊരു അറബി സെഷൻ തന്നെയാണ്. ഇവിടെ ധാരാളം അറബി ഭാഷയുമായി ബന്ധപ്പെട്ടും മറ്റു അറബികളുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകളാണ്. അൽ ഇമാറാത്തു സബഅ 7 എമിറേറ്റുകൾ. നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ വസ്ത്രങ്ങളുടെ അറബിയിലുള്ള പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പച്ചക്കറികളുടെ അറബിയിലുള്ള പേരുകളാണ്. സൂമ്, വെളുത്തുള്ളി, ഫുൽഫുല്, ബത്താത്തിസ്, നാരജീൽ തേങ്ങ, കാക്ക ഫ്രൂട്ട്, ജസർ, കാരക്ക, ബുർത്തുക്കാൽ, ഓറഞ്ച്, മാഞ്ച, മൗസ്, പഴം, അവോക്കാഡോ, ടൊമാറ്റിം, കുമ്മസറ പറഞ്ഞാണ്ട് കർമൂസൊക്കെ വേറെന്തോ കൊടുത്താണ്. ഏതായാലും ധാരാളം അറബി പഠനപരമായ ക്രിയേഷൻസുകൾ, ആർട്ട് വർക്കുകൾ, നിർമ്മിതികൾ, ശാസ്ത്രീയ കാര്യങ്ങൾ, ചരിത്രപരമായ കാര്യങ്ങൾ. ഷെയ്ഖ് സായിദിൻ്റെ ഫോട്ടോ ആണ് അവിടെ കൊടുത്തത്. ഈ നിർമ്മിതികളൊക്കെ എന്തൊരു മനോഹരം! പുതിയ നഗര സംവിധാനത്തിൻ്റെ രൂപങ്ങൾ. അറബി ഡിക്ഷണറി, മറ്റു അറബി പുസ്തകങ്ങൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ചതാണിതൊക്കെ. പല ഗരീബായ അപൂർവ ഇൽമുകളും ഇതിനിടയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. പല പെയിൻറ്റിങ്ങുകൾ വിദ്യാർത്ഥികൾ രചിച്ച നല്ല മനോഹരമായ ബ്യൂട്ടിഫുള്ളായ പെയിൻറ്റിങ്ങുകൾ, ഫോട്ടോകൾ ഒക്കെയാണ് ഈ കാണിക്കുന്നത്. ഇത് നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ അഭിമാനമായ യൂസുഫ് അലിയുടെ ഫോട്ടോ നമുക്കിവിടെ കാണാം. വേസ്റ്റ് സാധനങ്ങളിൽ പല ക്രിയേഷൻസുകൾ ചെയ്തതാണ്. ഒരു കൊക്കിനെ വേസ്റ്റ് വസ്തുക്കളെ കൊണ്ടുണ്ടാക്കിയത് നമുക്ക് കാണാം. ഷെയ്ഖ് സായിദിൻ്റെ ഫോട്ടോ അവിടെ കാണാം. അതുപോലെ ഈ ഓരോ നിർമ്മിതികളിലും പല രഹസ്യങ്ങളുണ്ട്, പല അത്ഭുതപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോന്നും പ്രത്യേകം എടുത്ത് പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകുള്ളൂ. കഥകളിയുടെ ചിത്രമാണ് കാണുന്നത്. കേരളത്തിൻ്റെ കലാരൂപമായ ഇതാണ്. വേസ്റ്റ് വസ്തുക്കളിൽ നിന്നൊരു കൊക്കിനെ നിർമ്മിച്ചത് വീണ്ടും നമ്മൾ കാണുന്നു. ഓരോന്നും സെപ്പറേറ്റ് വെച്ച് ഓരോ ടേബിൾ മേൽ വെച്ച് വെവ്വേറെ വെക്കുമ്പോഴാണ് അതിലുള്ള രഹസ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുക. പലതും കൂട്ടിയിട്ടതുപോലെ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാകാം, വർക്കുകൾ കൂടി, വിദ്യാർത്ഥികളുടെ വർക്കുകൾ കൂടിയത് കൊണ്ടും ആകാം. ഏതായാലും വളരെ മനോഹരമായ ഒരു എക്സിബിഷനായിട്ട് എനിക്കിത് തോന്നി. ഇത് സോളാർ സിസ്റ്റത്തിൻ്റെ വിവിധ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വാട്ടർ
പ്യൂരിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പല നിർമ്മിതികൾ നമുക്കിവിടെ കാണുന്നുണ്ട്. ഒരു നഗര രൂപങ്ങൾ, ഗ്രാമീണ സ്വഭാവങ്ങൾ, പഴയകാല ബോട്ട് സർവീസുകൾ, അതിൻ്റെയൊക്കെ ഓരോ ചെറിയ ചെറിയ വർക്കുകൾ, അതുപോലെ മാജിക് പരമായിട്ടും ഒക്കെയുള്ള പല അത്ഭുതകരമായ വർക്കുകൾ, ഇലക്ട്രോണിക്സിൻ്റെ ഫിസിക്സ് പരമായിട്ട് കെമിസ്ട്രി പരമായിട്ടൊക്കെയുള്ള പല വർക്കുകൾ, അതുപോലെ വാഹനങ്ങളുടെ പല നിർമ്മിതികൾ, ഇതൊക്കെ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയെടുത്തതാണ്. അതുപോലെ വീടിൻ്റെ ഒക്കെ ചെറിയ ചെറിയ രൂപങ്ങൾ, ഇങ്ങനെ ധാരാളം പറഞ്ഞാലറിയിക്കാൻ കഴിയാത്ത വിവിധ ഷോപ്പുകൾ, കടകൾ, അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ മാതൃകകൾ നമുക്ക് കാണാം. ചായക്കടകൾ, ബാർബർ ഷോപ്പ്, ഇങ്ങനെ ധാരാളം കടകളും നഗരങ്ങളും പഴയ നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്ന ഗ്രാമീണ സ്വഭാവത്തിലുള്ള വീടുകൾ, വയലോലങ്ങൾ, പോസ്റ്റുകൾ, റോഡുകൾ, സർക്കാർ ആശുപത്രികൾ, സർക്കാർ ഓഫീസുകൾ, കന്നുകാലികൾ, ഇങ്ങനെ ധാരാളം വർക്കുകൾ, നിർമ്മിതികൾ, ഇതൊക്കെ കുട്ടികൾ മണിക്കൂറുകളോളം ദിവസങ്ങളോളം എടുത്ത് ഉണ്ടാക്കിയതാണ് എന്ന് കരുതി കുട്ടികൾക്ക് ഇത് മാത്രമേ പണിയുള്ളൂ എന്ന് കരുതരുത്. നല്ല ടാലൻ്റായ നല്ല കഴിവുറ്റ കുട്ടികളാകുമ്പോൾ പഠനത്തോടൊപ്പം ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു രൂപമാണ്. ഇതൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ കൂട്ടിയിട്ടതുപോലെ നമുക്ക് കാണാം. പക്ഷേ ഇതൊക്കെ ഓരോന്നും വ്യത്യസ്തമായി എടുത്തെടുത്ത് നമുക്ക് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും സമയമെടുത്ത് അറിയേണ്ടതുമായ വർക്കുകളാണ്. പക്ഷേ എല്ലാം കാണിക്കാനുള്ള സൗകര്യം ഒരു സ്കൂളിൽ ഉണ്ടാവില്ല, സ്വാഭാവികമാണ്. സ്കൂളിലൊരു വിദ്യാഭ്യാസ കേന്ദ്രമാണല്ലോ, ഇതൊക്കെ സ്ഥിരമായി പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥലം അല്ലല്ലോ. എങ്കിലും വളരെ മനോഹരമായിട്ടുണ്ട് കുട്ടികളുടെ വർക്കുകൾ എന്നതിൽ യാതൊരു സംശയവും ഇല്ല. കടലിലെ വിവിധ ഇനം മത്സ്യങ്ങൾ, ജന്തുജാലകങ്ങൾ, വിവിധ ഇനം നിർമ്മിതികൾ, പാത്രങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു കടലാസ് നിർമ്മിതികളാണ് നമ്മൾ ഈ കാണുന്നത്. സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ കണ്ടതിൽ ഒട്ടുമിക്കതുള്ളത്. എങ്കിലും പല ആർട്ട് വർക്കുകളുമുണ്ട്, പലതുമുണ്ട്. തീർത്തും ഒരു സയൻസ് എക്സിബിഷൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു എക്സിബിഷൻ തന്നെയാണ്, യാതൊരു സംശയവും ഇല്ല. വിവിധ കടലാസ് കൊണ്ടുള്ള നിർമ്മിതികൾ, ചാക്കുകൾ, കവറുകൾ, പേപ്പർ വർക്കുകൾ ആണ് ഈ കാണുന്നത്. ഇതിൽ ചിലതൊക്കെ നേരത്തെ വിദ്യാർത്ഥികൾ സ്കൂളിൽ ചെയ്തു വെച്ചത് ഉണ്ടാകാം, ഈ ശാസ്ത്രമേളയ്ക്ക് വേണ്ടി എക്സിബിഷന് വേണ്ടി പ്രത്യേകം ചെയ്തതും ഉണ്ടാകാം. അതുപോലെ ഫിസിക്സിൻ്റെ വിവിധ പരീക്ഷണങ്ങൾ നമുക്ക് ഈ എക്സിബിഷനിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പുതിയ ടെക്നോളജികൾ, കടലാസ് കൊണ്ടും മറ്റുമായിട്ട് നിർമ്മിച്ച ഓരോ ടെക്നോളജികളുടെ വിവിധ രൂപങ്ങൾ, പുതിയ കാല ടെക്നോളജികളും, റോബോട്ടുകൾ, റോക്കറ്റുകൾ, അതുപോലെ സോളാർ പാനലിൻ്റെയൊക്കെ നല്ല മനോഹരമായൊരു വീട് നമുക്കവിടെ നിർമ്മിച്ചതായി കാണാം. ആ കുട്ടികൾ അവിടെ അതിൻ്റെ അഭിമാനപൂർവ്വം ഇത് കാണിക്കുന്നുണ്ട്. നല്ല മനോഹരമായൊരു വീടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കുട്ടികൾ ചെയ്തതാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായതാണ് എന്നുള്ള ഇതിൽ നമുക്ക് വളരെ അഭിനന്ദനങ്ങൾ പറയാം അവരോട്. സോളാർ സിസ്റ്റത്തിൻ്റെ സൂര്യനും ചന്ദ്രനും എല്ലാം അടങ്ങുന്ന ഗോളങ്ങളുടെ രൂപങ്ങൾ, ചന്ദ്രയാൻ്റെ രൂപങ്ങൾ,
ഇതെല്ലാം നമുക്ക് വരച്ച് കാണിച്ചു തരുന്ന ഈ ഒരു എക്സിബിഷൻ എന്തുകൊണ്ടും അഭിനന്ദന അർഹമാണ്. ഫിസിക്സും കെമിസ്ട്രി മാത്രമല്ല, ബയോളജി, ഡോക്ടേഴ്സ് വിഭാഗത്തിൻ്റെ വിവിധ പരീക്ഷണങ്ങൾ, വിവിധ ഷോകൾ എല്ലാം ഇവിടെ നമുക്ക് കാണുന്നതാണ്. ഇവർ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. കൃത്യമായ എല്ലാത്തിൻ്റെയും വിവരണങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല, കാരണം അതിന് ഏറെ സമയമെടുക്കും. ഇതൊക്കെ വലിയൊരു നഗരത്തിൻ്റെ രൂപങ്ങളാണ്. നഗരം, ഒരു വലിയൊരു നഗരം അവർ നിർമ്മിച്ചെടുത്തതാണ്. ഇത് ഇന്നത്തെ പുതിയ ടെക്നോളജികൾ, ശാസ്ത്രത്തിൻ്റെ പുതിയ മുന്നേറ്റങ്ങൾ, റോക്കറ്റുകൾ, ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ബോട്ട് സർവീസ്, ആ ചെറിയൊരു പെട്ടിക്കുള്ളിൽ അവർ ഒരു ബോട്ട് സർവീസ്, ബോട്ട് ചലിപ്പിക്കുന്ന ഒരു ബാറ്ററി കൊണ്ട് എങ്ങനെ ബോട്ട് വെള്ളത്തിലൂടെ സഞ്ചരിപ്പിക്കാമെന്ന് കാണിച്ചു തരാണ് ആ കുട്ടികൾ. പലതും പല കുട്ടികൾ വിശദീകരിച്ച് തരുന്നുണ്ട്. അതൊന്നും അതിൻ്റെ ശബ്ദങ്ങൾ കൊടുത്തിട്ടില്ല. പല വലിയ കുട്ടികളും വിശദീകരിക്കുന്നതുകൊണ്ട് അവരുടെ മുഖങ്ങളും പലതും ഇതിൽ കൊടുത്തിട്ടില്ല. അത് പല കാരണങ്ങളെ കൊണ്ടും കൊടുക്കാതിരുന്നതാണ്. ഒരു വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്ന സിസ്റ്റമാണ് കാണുന്നത്. വാട്ടർ ക്ലീനിങ്ങിൻ്റെ സിസ്റ്റം. മഴവെള്ള സംഭരണിയാണോ എന്നും അറിയില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് റൂഫ് ടോപ്പ് എന്താ. ഏതായാലും അതിൻ്റെ അടുത്ത് ഒരു വൃക്ഷവും ഒരു പശു മേയുന്ന ഒക്കെ ആയിട്ടുള്ള ഒരു വർക്ക് കാണാം. ഇനി നഗരത്തിൻ്റെ വിവിധ വർക്കുകൾ നമുക്ക് ഇനിയും ഇവിടെ കാണാം. റോഡുകൾ, ഹോസ്പിറ്റലുകൾ, ആശുപത്രി, സ്കൂൾ, നഗരത്തിലെ വിവിധ ഇനം സ്ഥാപനങ്ങൾ ഒക്കെയാണ് നമ്മളിത് കാണുന്നത്. ഒരു ഹോസ്പിറ്റലാണിത് കാണുന്നത്. പാലങ്ങൾ, വയലുകൾ, കൃഷിപ്പണിക്കാർ, വലിയ 5 സ്റ്റാർ, വലിയ 10 നിലകളുള്ള ഹോസ്പിറ്റൽ, വലിയൊരു സൂര്യൻ, പുഴ ഒഴുകുന്നു, കാറ്റാടി മരങ്ങൾ, കാറ്റാടി പങ്ക, ഇത് ധാരാളമായി കാണാൻ കഴിയുന്നുണ്ട്. ഈ പങ്ക വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന, കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പങ്കകൾ. ഇതൊരു തമിഴ്നാട്ടുകാരുണ്ടാക്കിയതാണോ എന്ന് സംശയമുണ്ട്. കേരളത്തിലെവിടെയും കണ്ടിട്ടില്ല.
ഹോസ്പിറ്റൽ ഇപ്പോൾ കുറേ കണ്ട്. സോളാർ പാനലിൻ്റെ ഒരു ലോകം തന്നെ. ഇത് വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചതാണ്. ഓരോ കരകൗശല വസ്തുക്കൾ, ഹാൻഡ് മെയ്ഡ് തിങ്സ്, കീ ചെയിനുകൾ. ഇവിടെ പായസം വിതരണം ചെയ്യുന്നുണ്ട് സൗജന്യമായിട്ട്. സോളാർ പാനലുകളും കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പങ്കുകളൊക്കെ ധാരാളം കാണാം. കുറേ വിവിധ കുടിൽ മുതൽ കൊട്ടാരം വരെയുള്ള വിവിധ ഇനം വീടുകൾ, ആധുനികവും ആധുനികമല്ലാത്തതുമായ വിവിധ സൗകര്യങ്ങളുള്ള വീടുകൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രപരമായ വിവിധ ഇനം ഫോട്ടോകൾ, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഫോട്ടോകൾ, ചരിത്ര സാക്ഷ്യം വഹിച്ച വിവിധ ഫങ്ഷനുകൾ, ഫിസിക്സിൻ്റെ പല കണ്ടുപിടുത്തങ്ങൾക്കും കാരണമായ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ പല ഫിസിക്സ് പരീക്ഷണങ്ങൾ, കെമിസ്ട്രി, ബയോളജി, വിവിധ സബ്ജക്റ്റിലെ പരീക്ഷണങ്ങളൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ വെള്ളം അതിലേക്ക് ഒഴിച്ചപ്പോൾ ചുവപ്പായി. ഇനി അത് വേറൊരു ട്യൂബിലേക്ക് ഒഴിക്കുമ്പോൾ അത് വെളുത്ത് തന്നെയാകുന്നു. ഇങ്ങനെ ധാരാളം പരീക്ഷണങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. എല്ലാം അവർ വിവരിച്ച് തരുന്നുണ്ട്. എല്ലാം പൂർണ്ണാർത്ഥത്തിൽ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് അല്പം മാത്രം കാണിച്ചു വിടുകയാണ്. കണക്കിൻ്റെ പരീക്ഷണങ്ങളും കണക്കിൻ്റെ വിവിധ ഉപകരണങ്ങൾ, അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ എക്സിബിഷനിൽ നമുക്ക് കാണാം. എല്ലാം വിവരിക്കാനും കഴിയാത്തത് കൊണ്ട് കുറഞ്ഞതിൽ മതിയാക്കുകയാണ്. എങ്കിൽ തന്നെയും പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മനോഹരമായ ഒരു ഗ്രാമമാണ് ഇവിടെയൊക്കെ കാണിച്ചിട്ടുള്ളത്. പുഴകളും കുളങ്ങളും തോടുകളും കിണറുകളും, കുടിൽ മുതൽ വലിയ ബംഗ്ലാവുകൾ വരെയുള്ള വീടുകൾ,
ഇതേസമയം അവിടെ സ്കൂളിൻ്റെ സ്റ്റേജിൽ അവിടെ കുട്ടികളുടെ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കയറി ചെല്ലുന്നിടത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചന്ദ്രയാൻ 3യുടെ ഫോട്ടോ ആണിത്. പുറത്ത് ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള കടകൾ, ചെറിയ ചെറിയ തട്ടുകടകളും വിൽപ്പനക്കാരൊക്കെ ഉണ്ട്, പല കച്ചവടക്കാരുണ്ട്. ഞങ്ങളവിടുന്ന് ഖുർആൻ ഓത്ത് ഒക്കെ കേൾക്കാൻ പറ്റിയ ഒരു ഡിവൈസ് അവിടെയുള്ള വിൽപ്പനക്കാരിൽ നിന്ന് വാങ്ങി. ഇതോടെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.